വികാരി റവറൻ ഗീവർഗീസ് തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സമയത്തിനായി സ്തുതിക്കുന്നു. ഇത്രത്തോളം വ്യാപരിച്ച ദൈവനന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 ദിവസം VBS പഠിപ്പാനും ഞങ്ങൾക്ക് ദൈവവചനം ശ്രവിപ്പാനും അവസരം തന്നതിനായി സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ സമാപന മീറ്റിംഗ് ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണ്ണമായി തീരണമേ. വളരെ സമർപ്പണത്തോടെ ഞങ്ങളായിരിക്കാൻ ഇടവരണമേ. ഞങ്ങളെ അയച്ച മാതാപിതാക്കളെയും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റ് വോളണ്ടിയേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഡയറക്ടർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹകരമായ നേതൃത്വം ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം പ്രിയമകളെ എടുത്ത് ഉപയോഗിച്ചല്ലോ. കുടുംബമായി വാഴ്ത്തണമേ. ഞങ്ങളുടെ ഇടവക ചുമലക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. VBSൻ്റെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിച്ച ശിവസാറിന് വേണ്ടിയും ബ്രാഞ്ച് ജേക്കബച്ചാന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ അധ്യാപകരെ അവിടുന്ന് വാഴ്ത്തണമേ. ഹെഡ് മാസ്റ്ററെ വാഴ്ത്തണമേ. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും ധന്യമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വാഗതം പറയുന്നതിനായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ ഡയറക്ടർ, VBS ഡയറക്ടർ, സൺഡേ സ്കൂളിൻ്റെയും VBSൻ്റെയും അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസമായിട്ട് നമ്മളിവിടെ VBS ആയിട്ട് കൂടി വരികയാണ്. കുട്ടികളുടെ അവധിക്കാലങ്ങൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് നമ്മുടെ VBSൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി കോവിഡിൻ്റെ സമയത്തൊഴികെ ഏതാണ്ട് 1-ാം റൗണ്ടിൽ തന്നെ നമ്മുടെ പള്ളിയിൽ VBS നടത്തി വരികയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് വിദേശങ്ങളിലായാലും നമ്മുടെ ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളിലായാലും ഒക്കെ ജോലി ചെയ്യുന്നതായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ വിശ്വാസികളായി ജീവിക്കുന്നത് എന്ന സത്യം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലൊരു സെക്ഷനിൽ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഡിവോഷനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഉറച്ചു നിർത്തുക എന്നുള്ള ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ആ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ 10 ദിവസത്തെ ആ പ്രവർത്തനങ്ങളുടെ ശുഭാപ്തി കുറിക്കുന്നത്. അതുവഴി പുതിയ ഒരു കുട്ടിയെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് VBSനുള്ളത്. പ്രത്യേകിച്ച് ഈ വർഷത്തെ VBSും മറ്റു വർഷങ്ങളിലെ പോലെ കുട്ടികളെ കൂടുതൽ സന്തോഷത്തിലാഴ്ത്തുന്നതിനും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങുകളും പുതിയ പാട്ടുകളും വിഷ്വൽ എയ്ഡ്സിൻ്റെ സഹായത്തോടു കൂടി പഠിപ്പിക്കുന്നതിനും ഒക്കെ നമ്മുടെ ഡയറക്ടർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് അരിപ്ലാച്ചി ഇടവയിലെ ആനി ബാബു ടീച്ചറിനെയാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് ഇവിടെ കൃത്യമായി നടന്നു വരുന്നത്. VBSൻ്റെ പ്രവർത്തന ശൃംഖലയിൽ നമ്മുടെ സഭയിൽ മാത്രമല്ല മറ്റു സഭകളിലും വ്യത്യസ്തങ്ങളായ പേരുകളിലും ഒക്കെ ഇതേ വെക്കേഷൻ ബൈബിൾ സ്കൂളുകൾ നടന്നു വരുന്നു. കുട്ടികളെ ആ 10 ദിവസം കൃത്യമായി കുറേ അധികം പാഠങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതിന് VBS സഹായിച്ചു വരുന്നു. ഇന്ന് രാവിലെയും സാക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ദേവാലയം മുതൽ ഇളമ്പൽ ജംഗ്ഷൻ വരെ റാലി ആയി പോവുക വഴി നമ്മുടെ സാക്ഷ്യം നമ്മുടെ ദേശത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉറച്ച വിശ്വാസത്തിലേക്ക് വരുന്നതിനും മാതൃകയുള്ള ജീവിതവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ആ ഡിസിപ്ലിൻ ക്രിസ്തുവിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും സഹായമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമുകൾ കാണുന്നതിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ വിവിധങ്ങളായ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കളോ ഒക്കെ ഇവിടെ പരിപാടികൾ നടത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വളരെയധികമാണ്. അതോടൊപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വഴി കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലും തുടർന്നുള്ള ജീവിതത്തിലുമൊക്കെ അവരുടെ ആ സഭാകമ്പം മാറുന്നതിനും മറ്റ് സദസ്സുകളൊക്കെ ഇതേപോലെ അഭിമുഖീകരിക്കുന്നതിനും ഒക്കെയുള്ള കഴിവ് ലഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കതിന് കൂടുതൽ സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.
ബഹുമാനപ്പെട്ട നമ്മുടെ ഗീവർഗീസ് തോമസ് അച്ഛനാണ് ഇതിന് എല്ലാം നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമുക്ക് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ ഈ VBSൻ്റെ പേരിലും സൺഡേ സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തന്നെ പള്ളിയിലെ നമ്മുടെ മകനും നമ്മുടെ പള്ളിയിലെ VBSകളും സൺഡേ സ്കൂളും ഒക്കെ പഠിച്ച് സെക്കൻഡറാബാദ് മർത്തോമ പള്ളിയിലും അതിനോടനുബന്ധിച്ചുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലും സേവനം അനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട സജി ബാബു അച്ഛൻ കഴിഞ്ഞ വർഷങ്ങൾ ഇന്ത്യക്കുള്ളിൽ തന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കാരണം അവധിക്ക് എത്തുന്ന സമയത്തെല്ലാം നമ്മുടെ പള്ളിയിൽ കൊച്ചമ്മയോടൊപ്പവും കുഞ്ഞോടൊപ്പം വരികയും നമ്മളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. സെക്കൻഡറാബാദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജരായിട്ടും അതോടൊപ്പം അതിനോട് അനുവദിച്ചുള്ള ദേവാലയത്തിൽ നമ്മുടെ അച്ഛനെ പോലെ തന്നെ ശുശ്രൂഷ ചെയ്തും വരുന്നു. 100ഓളം അംഗങ്ങളുള്ള ആ പള്ളിയിലെ അച്ഛനും കൂടിയാണ്. ബഹുമാനപ്പെട്ട സജീവ് ബാബു അച്ഛനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പേരിലും VBSൻ്റെ പേരിലും സെൻട്രൽ സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യും. അതേ നമ്മുടെ VBSൻ്റെ മാത്രമല്ല തുടർന്ന് നമ്മുടെ യുവരസഖ്യത്തിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു എന്നുള്ളത് ഓർക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ ഡയറക്ടറാണ് ആനി ബാബു മാഡം. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അതിന് മുമ്പ് നമ്മുടെ പള്ളിയിലൊക്കെ സന്ദർശിച്ചിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ നേതൃത്വം നൽകി കുഞ്ഞുങ്ങളെ ഇത്രയും നല്ല പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ നല്ല വൈബ്രൻ്റായിട്ടുള്ള ഒരു 75 കുട്ടികളെ വാർത്തെടുക്കുന്നതിന് കഴിഞ്ഞ 10 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആനി ബാബു ടീച്ചറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ VBSൻ്റെ തീം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പിൻ. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മുടെ ഈ VBSനെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് കഴിഞ്ഞ ഈ 10 ദിവസവും നിങ്ങളോടൊപ്പം നിന്ന് കൃത്യമായി ആ പാഠങ്ങൾ 10 പാഠങ്ങൾ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളോടൊത്ത് ആയിരുന്നായ അധ്യാപകരെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വോളണ്ടിയേഴ്സാണ്. വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം എപ്പോഴും വളരെ അനിവാര്യമാണ്. കാരണം നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും അച്ചാച്ചന്മാരും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് തരുന്നതിനും നിങ്ങളുടെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങളൊക്കെ ക്രമീകരിച്ച് തരുന്നതിനും നിങ്ങളുടെ ഈ ക്രൗണുകളും ഇവിടെ ഇരിക്കുന്ന നിങ്ങളിന്ന് പിടിച്ചുകൊണ്ടുപോയ കുടികളുമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതിനുമൊക്കെ സഹായിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള വോളണ്ടിയേഴ്സ് അവരൊരു 10 പേരുണ്ട്. അവരെയും ഓരോരുത്തരെയും പേര് പറഞ്ഞ് ആളാം പ്രതിയായി ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് പേരൻസാണ്. പേരൻസ് ഇവിടെ കുഞ്ഞുങ്ങളുടെ പേരൻസായിട്ട് ദിവസവും ഒരു 10-20 പേര് വരുന്നുണ്ട്. അവർ ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്. പേരൻസ് അല്ലാതെ പള്ളിയിൽ നിന്ന് നേരത്തെയുള്ള അധ്യാപകരുണ്ട്. അവരെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഈ മീറ്റിങ്ങിലേക്ക് സൺഡേ സ്കൂളിൻ്റെ പേരിലും VBSൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യും. പിന്നെ VBSൻ്റെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ചത് 2 അധ്യാപകരാണ്. നമ്മുടെ നേതൃത്വം കൊടുത്ത 2 അധ്യാപകർ ഷിബു കെ ജോർജ് സാറും അതുപോലെ എബ്രാം ജേക്കബ് സാറുമാണ്. ഇവർ 2 പേരും ഇവിടെ തുടക്കം മുതൽ ഇന്ന് വരെ എല്ലാ പ്രോഗ്രാമുകളും ക്രമീകരിക്കുന്നതിനും ഭക്ഷണ ക്രമീകരണങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സുകൾ കണ്ടെത്തുന്നതിനുമൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ 2 പേരുമാണ് നമുക്ക് ലീഡ് ചെയ്യുന്നത്. 2 പേരെയാണ് നമ്മൾ കൺവീനേഴ്സായിട്ട് എടുത്തിരുന്നത്. അവർ കൃത്യമായി അവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഇതിനോടൊപ്പം സഹായിക്കുന്നുണ്ട്. അവരെ 2 പേരെയും ഹാർദമായി ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അതുപോലെ തന്നെ ഇന്ന് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവർ സച്ചിനും ബ്രദറുമാണ്. അവർ 2 പേരെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ പള്ളിയിലെ മറ്റ് കൈസാന സമിതി അംഗങ്ങളുണ്ട്, ചുമതലക്കാരുണ്ട്. സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ഇവിടെ വന്നിരുന്നു. അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു പ്രോഗ്രാം ഇവിടെ വിളിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം എന്നതാണെന്ന് പറയും. സമയം കളയാതെ തന്നെ മുമ്പോട്ട് വരണം. അതുകൊണ്ട് ആ രീതിയിൽ ലാഗ് ചെയ്യാതെ എല്ലാ പ്രോഗ്രാമും അവതരിപ്പിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോമ്പയർ ചെയ്യുന്നവർ ഒരു പ്രോഗ്രാം വിളിക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം എന്നതാണെന്ന് പറയുമ്പോൾ അവർ റെഡിയായി ഇവിടെ നിൽക്കണം. ഓക്കെ.